വെൽക്കംസ് ടു ഏലൻസ് ഫുഡ് കോർട്ട്. ഏവർക്കും ഏലൻസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. നാടൻ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ചെമ്മീൻ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെമ്മീൻ എപ്പോഴും വാങ്ങിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നാടൻ ചെമ്മീനാണ്. നമ്മൾ ചെമ്മീൻ ഓൾറെഡി വാങ്ങിച്ച് കഴിഞ്ഞ് ഇതിലൊരു കറുത്തഞ്ഞാരുണ്ടാവും. അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നടുക്കീറിയിട്ട് അതിലത്തെ കറുത്തഞ്ഞാര് കളഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മൾ ചെമ്മീൻ എപ്പോഴും ചെയ്യുമ്പോൾ അത് നടുവിൽ നിന്ന് വരഞ്ഞിട്ട് കറുത്തഞ്ഞാര് കളഞ്ഞിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരും എന്നാണ് പറയുക ആ കറുത്തഞ്ഞാര് കളഞ്ഞില്ലെങ്കിൽ. ഇതിന് ചേർക്കാനായിട്ട് നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഇതേപോലെ ഒരു 1/4 ടീസ്പൂണ് ചേർക്കാണ്. പിന്നെ ഇതിനാവശ്യത്തിനായിട്ട് ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക, മസാലകളെല്ലാതും. എന്നിട്ട് നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യണത്. എനിക്കിപ്പോൾ ഇത് ഞാൻ നാടൻ ചെമ്മീനാണ് കിട്ടിയേക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്, മസാലകളൊക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു സെമി ഫ്രൈ ആണ് ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഇടാണ്. അപ്പോൾ ഞാനൊരു വിധം ഫില്ലിങ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു സെമി ഫ്രൈ പോലെ ഒന്ന് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം, മറിച്ചൊക്കെ ഇടാം. എന്താ പറയുക, ഒരു സെമി ഫ്രൈ പോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മസാലയുടെ കളറിൻ്റെയാണ് കേട്ടോ ഇത് ഇത്രയായിട്ട് കാണിക്കുന്നത്. അടുത്ത സെറ്റ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് അടച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഓയിൽ അധികം നമുക്ക് യൂസ് വരില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യണത്. സബോള 3 എണ്ണമാണ് ഞാൻ വലുതെടുത്തിട്ടുള്ളത് റോസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ ജിഞ്ചറും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, അതുപോലെ വെളുത്തുള്ളി ഒരു 10 വെളുത്തുള്ളിയും, പച്ചമുളക് 2 എണ്ണമാണ് ചേർത്ത് ഞാൻ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ ഒരു തക്കാളി, വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ റോസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ചെമ്മീൻ വറുത്തിട്ടുള്ള ബാലൻസ് വെളിച്ചെണ്ണയുണ്ട്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി ഇതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ബാലൻസ് ചെമ്മീൻ റോസ്റ്റിൻ്റെ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. ഓൾറെഡി ഇത് നാടൻ ചെമ്മീനായ കാരണം നല്ല നെയ്യ് ഉണ്ട്. നെയ്യ് ഊറിയിട്ടുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ അതൊന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സബോള ചേർക്കാണ്. സബോള ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആ വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉപ്പിടാനാണ് പോണത്. 1 സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമ്മൾ വെക്കുക.
അങ്ങനെ നമ്മുടെ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്ത കാരണം ഞാനത് പകരം ഇത്തിരി മുളക് പൊടി ഒരു ലേശം ഇത്തിരി പൊട്ട് ഓൾറെഡി അതുകൊണ്ടാണ് കൂടുതലും ചേർക്കുന്നത്. ഇത് നന്നായി മസാല വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാണ്. ഇതിൽ മിക്സ് ചെയ്യണം നന്നായിട്ട്. നമ്മുടെ ഈ മസാലയിലൊക്കെ നന്നായി ജ്യൂസി ആയിട്ട് തക്കാളിക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഒന്ന് സെറ്റായി വരണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വേപ്പിലും കൂടി ചേർക്കാണ്. അങ്ങനെ നമ്മുടെ ഇത് നന്നായി ഇപ്പോൾ തക്കാളിയും എല്ലാ മസാലയും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സെമി ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇടാണ്. ഇത് നന്നായി മിക്സ് ചെയ്യാണ്. ഈ മസാലയിൽ എല്ലാത്തിലും പിടിക്കാനായിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇതിലേക്ക് ഒരു സാധനം കൂടി ഞാൻ ചേർക്കാനായിട്ട് പറയാൻ വിട്ടു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുടപ്പുളി ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പം നമ്മളതൊന്ന് അടച്ച് വെച്ചേക്കാണ് അതൊന്ന് സെറ്റാവാനായിട്ട്. ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യാണ്, വാഴയിലയിലേക്ക്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വീട്ടിലൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ടേസ്റ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.